ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ ഇബാദത്തുകളുമെല്ലാം അതിൻ്റെ ന്യൂനതകളും പോരായ്മകളുമൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നുകൊണ്ട് നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ കൃത്യമായ ലക്ഷ്യമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വെറുതെ അങ്ങ് സൃഷ്ടിച്ച് വിട്ടതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ പോകാനുള്ളവരല്ല, അല്ലെങ്കിൽ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല. നമ്മൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇമ്രാൻ്റെ 185 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഅസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ഓരോ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷമാണ് അവനുള്ള പ്രതിഫലങ്ങൾ പൂർണ്ണമായി അവന് കിട്ടുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ആരാണോ നരകത്തുനിന്ന് മോചിതനായി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തുന്നത് അവനാണ് വിജയിക്കുക എന്നാണ്. ഈ നരകമോചനം നേടുക, സ്വർഗത്തിലേക്ക് എത്തുക, ഇതായിരുന്നു നമ്മുടെയൊക്കെ മുൻഗാമികളായ സഹാബത്തൊക്കെ ഏറ്റവും ആഗ്രഹിച്ചത്. ചരിത്രത്തിലെ ഒട്ടനവധി രംഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. റസൂൽ ഒരിക്കൽ പറഞ്ഞു, മദീന പള്ളിയിൽ വെച്ച് 1000 ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമ്പോൾ 999 ആളുകൾ നരകത്തിലേക്ക് പോകും, ഒരാൾ സ്വർഗത്തേക്ക് പോകും. സഹാബത്ത് പേടിച്ച് വിറച്ചു. അവർ റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞിട്ട് ചോദിച്ചു, റസൂലേ, ആ 1000-ൽ ഞങ്ങൾ ആരായിരിക്കും ഉണ്ടാകുക? റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തം ചിന്തിയവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊലക്കത്തികൾക്ക് മുമ്പിൽ കിടന്നു കൊടുക്കേണ്ടി വന്നവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചവർ, നാട് വിട്ട് പോകേണ്ടി വന്നവർ, അവർ പേടിക്കുകയാണ്, ഞങ്ങൾക്ക് ആർക്കും അത് കിട്ടുകയെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് യഅജൂജ് മഅജൂജ് വിഭാഗത്തെക്കുറിച്ച് ആണ് എന്ന് പറഞ്ഞ് സഹാബത്തിനെ ആശ്വസിപ്പിക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആഗ്രഹം ആ സ്വർഗം നേടുക എന്നുള്ളതാണ്. ഇതേ ആഗ്രഹമുള്ളവരായിരുന്നു സഹാബത്ത്. മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസാണ് ഇൻഷാ അല്ലാഹ്. മുആദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് സംസാരം ഉണ്ടായ ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒരു യാത്രയാണ്. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് റസൂലും സഹാബത്തും മടങ്ങുകയാണ്. കഠിനമായ ചൂടുള്ള സമയമാണ്. കാരക്ക പഴുക്കുന്ന കഠിനമായ ചൂടുള്ള സമയത്ത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുകയാണ്. അപ്പോൾ ഭയങ്കര ചൂടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വേറിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കാണെന്ന് കണ്ടപ്പോൾ അവിടത്തേക്ക് മുആദ് റളിയല്ലാഹു അൻഹു വേഗത്തിൽ നടന്ന് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, അഖ്ബിർനി ബി അമലിൻ, എനിക്കൊരു പ്രവർത്തനം അങ്ങ് പറഞ്ഞു തരണം. ആ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത എന്താ? യുദ്ഖിൽനി അൽ ജന്ന, ആ പ്രവർത്തനം എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാകണം. വയുബാഇദുനി അനിന്നാർ, അതെനിക്ക് നരകം നിഷിദ്ധമാക്കുന്നതാകണം. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നരകം നിഷിദ്ധമാക്കുന്ന ഒരു പ്രവർത്തനം അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. റസൂൽ പറഞ്ഞു, യാ മുആദ് ഖാല ലഖദ് സഅൽതനി അൻ അളീമിൻ, താങ്കൾ ചോദിച്ചത് വലിയൊരു ചോദ്യമാണ്, വലിയൊരു കാര്യമാണ് താങ്കൾ ചോദിച്ചത്. വ ഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി, എന്നാൽ അത് എളുപ്പമാണ്. ആർക്കാണോ അള്ളാഹു ആ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തത് അവർക്കത് എളുപ്പമാണ്. ചോദിച്ചത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, പക്ഷെ അത് എളുപ്പമാണ്. അള്ളാഹു ആർക്കാണോ അത് എളുപ്പമാക്കി കൊടുത്തത് അവർക്ക് എളുപ്പമാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹുവിൻ്റെ സഹായം വേണം. അതിന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയണ കാര്യങ്ങളാണ് ആദ്യം പറയണമൊക്കെ. ഒന്നാമത് പറഞ്ഞു, തഅബുദുല്ലാഹ വലാ തുശ്രിക് ബിഹി ഷൈഅ. ഒന്നാമത്തെ കാര്യം എന്താ? സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നരകത്തു നിന്ന് രക്ഷപ്പെടുന്ന ഒന്നാമത്തെ കാര്യം തഅബുദുല്ലാഹ വലാ തുശ്രിക് ബിഹി ഷൈഅ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം.
അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഒരു വാക്ക് കൊണ്ട്, ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട്, മനസ്സിൽ വരുന്ന ഒരു വിചാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരും. 4 ദിവസം അടുപ്പിച്ചൊരു അസുഖം ഉണ്ടായാൽ ആരെങ്കിലുമൊക്കെ വന്ന് പറയും വീടിൻ്റെ ബാത്റൂം കന്നിമൂലയിലാണ്. അപ്പോൾ മനസ്സ് തോന്നിയാൽ മതി, പഠിച്ചവൻ അങ്ങനെ തന്നെയാണോ, കന്നിമൂലയിലാണോ, പൊളിക്കണം എന്ന് വിചാരിച്ചാൽ മതി, ഷിർക്കുള്ളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഒരു നിലക്കും ഷിർക്കിനെ വരുത്താൻ, ഒരു നിലക്കും ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഷിർക്കിൻ്റെ അംശം വരരുത്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഷിർക്ക് വന്നാൽ അവന് സ്വർഗ്ഗം നിഷിദ്ധമായി. രോഗങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാവും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദിൽ ആളുകൾ ഷിർക്കിലേക്ക് പോകാൻ കാരണം പറഞ്ഞതിൻ്റെ ഒരു കാരണം മാരകമായ പരീക്ഷണങ്ങൾ വരും. അപ്പോൾ തെറ്റിപ്പോകും. അവിടെ ഉറച്ചു നിൽക്കാൻ കഴിയണം. ഒന്നാമത്തെ കാര്യത. രണ്ടാമത് വീണ്ടും റസൂലുള്ള പറയാ വതുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തണം. അതെ, നമസ്കാരം നിലനിർത്തണം. നമ്മുടെ കൂട്ടത്തിൽ ഒരാളും നമസ്കരിക്കാത്തവരില്ല. പക്ഷേ ഇവിടെ റസൂലുള്ള പറഞ്ഞത് നമസ്കാരം നിലനിർത്തണമെന്നാണ്. എന്താ നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം സമയബന്ധിതമായി നിർണയിക്കപ്പെട്ട ഒരു ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ആ ആരാധന സമയബന്ധിതമായി നടത്തണം. അത് നമസ്കാരം നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നൊരാൾ നിസ്കരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചെന്ന് സലാം പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു ഇർജിഇ ഫസല്ലി ഇന്നക ലം തുസല്ലി. റസൂലുള്ളാഹിന്റെ മുമ്പ് നിസ്കരിച്ച ആളോട് റസൂലുള്ളാഹി പറയാ താങ്കൾ മടക്കി നമസ്കരിക്കണം, താങ്കൾ നിസ്കരിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ മുമ്പ് നിന്നാണ് നമസ്കരിക്കുന്നത്. അയാൾ വീണ്ടും പോയി നമസ്കരിച്ച് തിരിച്ചു വന്നു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു താങ്കൾ മടക്കി നിസ്കരിക്കണം. അപ്പോൾ അയാൾ വീണ്ടും പോയി മടക്കി നിസ്കരിച്ചു. എന്നിട്ട് വീണ്ടും വന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു താങ്കൾ മടങ്ങണം, താങ്കൾ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു റസൂലേ, ഇതിനപ്പുറം നന്നാക്കാൻ എനിക്കറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു നമസ്കാരത്തിൻ്റെ ഓരോ കാര്യങ്ങളും. അപ്പം നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് സമയബന്ധിതമാകണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിലാകണം. അത് കൃത്യമായി ഖുശൂ ഉള്ളതാകണം. അത് ഭയഭക്തിയുള്ളതാകണം. ആണുങ്ങളാണെങ്കിൽ അത് ജമാഅത്ത് നമസ്കാരമാകണം. ഇങ്ങനെ നമസ്കാരം നിലനിർത്തി പോകണം. വീണ്ടും മുആദ് റളിയല്ലാഹു അൻഹു കൊടുക്കുകയാണ് വതുഅത്തിയ സകാത്ത്, താങ്കൾ സക്കാത്ത് കൃത്യമായി കൊടുക്കണം, കണക്കൂട്ടി കൊടുക്കണം. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ 2.5% അല്ലാഹ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി. അത് മടിക്കാതെ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. കൊടുക്കാതിരുന്നാൽ വലിയ നഷ്ടം നമുക്കുണ്ടാകും. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ മക്കൾ മയ്യത്തിൻ്റെ മുന്നിൽ വെച്ച് പറയും ഉമ്മയാണ് ഉപ്പയാണ്, എന്തെങ്കിലും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടോളി, വീട്ടിക്കോളാന്ന് പറയും. പക്ഷേ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടുന്ന ഈ 2.5% ആരാ ഏറ്റെടുക്കുക? അത് ഖബറിന് വീട്ടാൻ കാത്തുന്നാൽ വലിയ നഷ്ടം നമുക്കുണ്ടാകും. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് വതസൂമു റമളാൻ മാസത്തിൽ താങ്കൾ നോമ്പെടുക്കണം, വതഹുജ്ജൽ ബൈത്ത്, ഹജ്ജ് ചെയ്യണം. ഈ 5 കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഹജ്ജ് ചെയ്യണം, നോമ്പെടുക്കണം. അല്ലേ, റമളാനിലാണ് നമ്മളുള്ളത്. നോമ്പ് കൃത്യമായി എടുത്തു പോവുകയാണ്. ആ നോമ്പ് കൃത്യമാകണം. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യണം. 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് ഹജ്ജിന് നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത്. 1, ആ നാട്ടിലേക്ക് എത്താനുള്ള സമ്പത്തുണ്ടാകണം. 2, യാത്രാമാർഗം റെഡിയാകണം. 3, യാത്രക്കുള്ള ആരോഗ്യമുണ്ടാകണം. അതെല്ലാം ഉണ്ടെങ്കിൽ അവന് ഹജ്ജ് നിർബന്ധമായി എന്നാണ്. എൻ്റെ മോളെ കെട്ടിക്കാണ്ട് കച്ചവടം ഞാൻ പോയിട്ടില്ലെങ്കിൽ, ഞാൻ ഓഫീസിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ കുടുങ്ങും. ആകെ പ്രശ്നമാണ്. ഇതൊന്നും അള്ളാൻ്റെ മുമ്പിൽ കാരണങ്ങളല്ല. ഇത് മുഴുവൻ പൂർത്തിയാക്കണം. ആ പൂർത്തിയാക്കുന്ന ആളുകൾക്ക് സ്വർഗം എളുപ്പമാണെന്ന് നിങ്ങളുടെ റസൂൽ നിർത്തല്ല. യാ മുആസ് അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടം ഏതൊക്കെയെന്ന് താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അദ്ദേഹം മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലെ പറഞ്ഞു തരണം. റസൂൽ പറയാ അസ്സൗമു ജുന്നത്തുൻ, നോമ്പൊരു പരിചയമാണ്. നോമ്പ് പരിചയമാണ്. അപ്പോൾ ആ പരിചയം നമ്മളെ ഏതുപോലെ യുദ്ധങ്ങളിൽ നമ്മുടെ ശരീരത്തിന് പരിക്കേൽക്കാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പരിചയമുണ്ടല്ലോ, അതുപോലെ ശൈത്വാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ ആത്മീയമായി നമ്മൾ അണിയേണ്ടുന്ന പരിചയമാണ് നോമ്പെന്ന് പറയുന്നത്. അത് ഇവിടെ അവസാനിക്കാനുള്ളതല്ല. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതുപോലെ തന്നെ സുന്നത്താക്കപ്പെട്ട നോമ്പുകളെല്ലാം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. എന്നിട്ട് വീണ്ടും പറയാ വസ്വദഖത്തു തുത്തിഫിഉൽ ഖതിഅ, സ്വദഖ അത് പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് സ്വദഖ അത് പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. ഏതുപോലെ കമാ യുത്തിഫുൽ മാ അന്നാർ, ആ വെള്ളം തീയിനെ കെടുത്തുന്നത് പോലെ നിങ്ങളുടെ പാപങ്ങളെ സ്വതക്ക മായ്ച്ചു കളയുന്ന. നേരത്തെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് റസൂൽ സ്വതക്കയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വതക്ക നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമാണ്. നമ്മുടെ മുമ്പിൽ പലരും വരും. റമളാൻ മാസമാണ്, ആളുകൾ സ്വതക്ക അന്വേഷിച്ച് വരും, പല ആവശ്യങ്ങൾക്ക് വരും. നമ്മളെ കയ്യിലുള്ള ആളുകൾ അത് കൊടുക്കുക എന്നുള്ളതാണ്. ലൻ യനാലുൽ ബിർറ ഹത്താ തുൻഫിഖു, മദീന പള്ളിയിൽ ഒരു ആയത്തിറങ്ങുകയാണ്. ലൻ യനാലുൽ ബിർറ ഹത്താ തുൻഫിഖു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
ചെലവഴിക്കാതെ നിങ്ങളുടെ പുണ്യം പൂർത്തിയാവുകയില്ല എന്നാണ്. ആ സമയത്താണ് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, റസൂലേ, ആ കാണുന്ന തോട്ടം എൻ്റെതാണ്. മദീന പള്ളിയിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്തുള്ള ചെറിയ അരുവികളുള്ള ഈത്തപ്പനത്തോട്ടം റസൂലേ എൻ്റെതാണ്, അത് ഞാൻ അള്ളാൻ്റെ മാർഗത്ത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് അത് അള്ളാൻ്റെ മാർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിട്ടുകൊടുക്കുകയാണ്. ആ സമയത്ത് അത് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഉമ്മു ദഹ്ദാ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഈത്തപ്പന പട്ടയും ഈത്തപ്പഴം വീണതൊക്കെ പൊറുക്കി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഉറക്കെ വിളിച്ചു പറയും അദ്ദേഹം, യാ ഉമ്മു ദഹ്ദാ, അത് താഴ്ത്തിടണം, ഇനി അത് നമ്മുടേതല്ല, ഞാനത് അള്ളാഹ്ക്ക് വിൽപ്പന നടത്തി കഴിഞ്ഞു, ഞാനത് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഉമ്മു ദഹ്ദാ റളിയല്ലാഹു അൻഹു അവരുടെ കയ്യിലുള്ളത് നിലത്തിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ, ഇനി അത് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇതിനി മുസ്ലിമീങ്ങളുടെ സ്വത്താണ്, ഇതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, ഇത് അള്ളാഹുവിന് നമ്മൾ വിൽപ്പന നടത്തിയതാണ്, പുറത്തിറങ്ങണമെന്ന് പറയുമ്പോൾ അവർ സ്വതക്കയെ എങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മളെ കൊണ്ട് എന്തെല്ലാം കഴിയുമോ ആ രീതിയിൽ സ്വതക്ക കൊടുക്കണം. കാരണം സമ്പത്ത് നമ്മുടേതല്ല, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഏൽപ്പിച്ചതാണ്. നമ്മൾ അതിൻ്റെ കൈകാര്യകർത്താക്കൾ മാത്രമാണ്. ഒരു കാരക്കച്ചുളയെങ്ങാനും ഒരു കാരക്കച്ചുളയുടെ അത്രയുമുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ദാനം കൊടുത്താൽ അള്ളാഹു അത് വലം കൈ കൊണ്ട് ഏറ്റെടുക്കും. എന്നിട്ട് ഒരു ഒട്ടകക്കുട്ടിയെ, ഒരു കുതിരക്കുട്ടിയെ ലാളിച്ച് വളർത്തുന്നത് പോലെ അള്ളാഹു അതിനെ വളർത്തും, എന്നിട്ട് അത് പർവ്വത സമാനമായി തീരുമെന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു തന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സ്വതക്ക കൊടുക്കണം മുആദേ, എങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് എത്താം. റസൂലുള്ളാഹി നിർത്തിയിട്ടില്ല. റസൂലുള്ളാഹി വീണ്ടും പറയാ, മിൻ ജൗഫിൽ ലൈൽ, ഒരു മനുഷ്യൻ രാത്രി നടക്കുന്ന നമസ്കാരം അത് നിന്നെ സ്വർഗത്തിലേക്ക് എളുപ്പം എത്തിക്കുന്നതാണ്. അപ്പോൾ രാത്രി നമസ്കാരം നമ്മൾ റമദാനിലാണുള്ളത്, റമദാൻ കഴിഞ്ഞാലും അത് തുടരാനുള്ള അവസ്ഥയുണ്ടാകണം. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലാഹുവിനെ പേടിച്ചും അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചും കിടപ്പുമുറികളിൽ നിന്ന് നമസ്കാരത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രകീർത്തിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പെടണമെന്നാണ്. അല്ലാത്ത ആൾക്കാരുടെ ലക്ഷണം റസൂലുള്ളാഹി പറഞ്ഞത്, അവർ രാത്രിയിൽ ശവം കണക്കെ കിടന്നുറങ്ങും, പകലിൽ ഹിമാറിനെ പോലെ അവർ ജോലി ചെയ്യും, കഴുതയെ പോലെ ജോലിയെടുക്കും, രാത്രി ശവം കണക്കെ കിടന്നുറങ്ങും. അത് ആ ആളുകളിലല്ല പെടേണ്ടത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി പറയാ, റസൂലുള്ളാഹി നിർത്തുന്നില്ല, വീണ്ടും റസൂലുള്ളാഹി പറയാ, അലാ ഉഖ്ബിറുക ബിറഅസിൽ അംരി കുല്ല വഅമൂദിഹി വദിർവതി സിനാമിഹി, എല്ലാ കാര്യത്തിൻ്റെയും ഹെഡ് റഅസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ, എല്ലാ കാര്യത്തിൻ്റെയും തൂണ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ, എല്ലാ കാര്യത്തിൻ്റെയും ഉന്നതി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ. ബലായ റസൂലുള്ളാഹി പറഞ്ഞു തരി റസൂലേ. മുആദ് റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹി പറഞ്ഞു, ഖാല റഅസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅസുൽ അംരി അൽ ഇസ്ലാം, എല്ലാ കാര്യത്തിൻ്റെയും ഹെഡ് ഇസ്ലാമാണ്. മുസ്ലിം ആകുക, ഇസ്ലാം ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ജീവിതത്തിൻ്റെ എല്ലാം. ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, മക്കളെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കണം, IAS ഉദ്യോഗസ്ഥനാക്കണം, സ്വപ്നങ്ങളൊക്കെ നമുക്ക് വെക്കാം. പക്ഷേ ഒന്നാമത്തെ സ്വപ്നം അള്ളാഹനെ അനുസരിക്കുന്ന, ദീനുള്ള, മുസ്ലിമായി ജീവിക്കുന്ന, മുഅ്മിനായി ജീവിക്കുന്ന ഒരു മകനായി, മകളായി നമ്മുടെ മക്കൾ വളരണമെന്നുള്ളത്, നമ്മൾ വളരണമെന്നുള്ളത് നമ്മുടെ സ്വപ്നമാകണം. കാരണം റസൂലുള്ളാഹി പറയാ, എല്ലാത്തിൻ്റെയും ഹെഡ് അത് ഇസ്ലാമാണ്. അമൂദുഹു, ആ ഇസ്ലാമിൻ്റെ തൂണെന്ന് പറഞ്ഞാൽ അസ്വലാ, അത് നമസ്കാരമാണ്. നമസ്കാരം ക്ലിയർ ആക്കണം. എന്നിട്ട് വദിർവത്ത് സിനാമിഹി അൽ ജിഹാദ്, അതുപോലെ തന്നെ ഏറ്റവും ഉന്നതി, ഏറ്റവും ഉച്ചിയിലുള്ളത് അത് ജിഹാദാണ്. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി പറയാ, സുമ്മ ഖാല അലാ ഉഖ്ബിറുക ബിമലകി ദാലിക കുല്ല, അതിൻ്റെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന, ഈ പറഞ്ഞ എല്ലാ കാര്യം അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നിനക്ക് കിട്ടണോ, ഒരു കാര്യം കൂടി നീ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ എല്ലാം തൗഹീദ്, നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, രാത്രി നമസ്കാരം, സുന്നത്ത് നമസ്കാരം, സുന്നത്തായ നോമ്പ്, ജിഹാദ് എല്ലാം പറഞ്ഞു. ഇതെല്ലാം നിനക്ക് കിട്ടണമെങ്കിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്താ? ഫഖുൽതു ബലാ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഒന്ന് പറഞ്ഞു തരി. ഫഅഖദ ബിലിസാനിഹി, റസൂലുള്ളാഹ് നാവ് ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് അത് പുറത്തേക്കിട്ടു, എന്നിട്ട് അതിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, എന്നിട്ട് അത് ഉള്ളിലേക്കിട്ട് പറഞ്ഞു, കാല കുഫ അലൈക ഹാദാ, ഇതിനെ നീ സൂക്ഷിക്കണം കേട്ടോ, ഇതിനെ നീ സൂക്ഷിക്കണം. ഈ നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ നീ പറഞ്ഞ അമലുകളെല്ലാം നിനക്ക് ബാത്തിലായി പോകും. അതുകൊണ്ട് ഈ നാവിനെ നീ സൂക്ഷിക്കണം. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, യാ നബിയല്ലാഹ് വ ഇന്ന ലമുആഖിദൂന ബിമാ നതകല്ലമ, ഞങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങളെ പിടിക്കപ്പെടുമോ, ഞങ്ങളെ പരലോകത്ത് പിടിക്കപ്പെടുമോ? ഫഖാല സകിൽതുക ഉമ്മുക യാ മുആദ്, അത് അറബികളുടെ ഒരു ശൈലിയാണ്. എന്താ മുആദ് നിന്റെ അവസ്ഥ? എന്നിട്ട് റസൂലുള്ളാഹി പറയാ, പരലോകത്ത്
ലോകത്ത് നാളെ പലരും നരകാഗ്നിയിലേക്ക് പിരടി കുത്തി വീഴുന്നത്, മുഖം കുത്തി വീഴുന്നത് ഇല്ലാ അസ്വാഇദ് അൽസിനത്തഹും, അവരുടെ നാവുകൾ കൊയ്തെടുത്തതിൻ്റെ ഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഹദീസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, എല്ലാ തിന്മകളും നഷ്ടപ്പെടാൻ നാവ് കൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ മാത്രം മതിയാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാവിന് കടിഞ്ഞാണിടണം. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂലേ, ഞങ്ങളുടെ നാട്ടിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണിൻ്റെ പണി എന്താ? നിസ്കരിക്കും, രാത്രി നിസ്കാരമുണ്ട്, ഖുർആനോതും, സ്വതക്ക കൊടുക്കും, ആൾക്കാരെ സഹായിക്കും, നോമ്പെടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ അവളുടെ അയൽവാസികളെ നാവ് കൊണ്ട് അവൾ ഉപദ്രവിക്കുന്നുണ്ട് വല്ലാതെ. അവളെക്കുറിച്ച് എന്താ അഭിപ്രായം? ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന നോമ്പും അമലു സ്വാലിഹാത്തുകളും സ്വതക്കകളും ദാനധർമ്മങ്ങളും നമസ്കാരങ്ങളും നോമ്പും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമമായ പ്രതിഫലമായി അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഈ ഒരു സാധനം കൊണ്ട് ഒരുത്തനെയും മുറിവേൽപ്പിക്കുന്നില്ല, ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല, ആരെയും വേദനിപ്പിക്കുന്നില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് സംസാരിക്കുന്നില്ല എന്ന തീരുമാനമെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അത് പൂർണ്ണമായി ഈ പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതാണ് സ്വർഗം നേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഹദീസ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ മുആദ് റളിയല്ലാഹു അൻഹുവിന് എന്താണോ പറഞ്ഞു കൊടുത്തത് ആ സ്വർഗം നമുക്കും കിട്ടുമെന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് പണിയെടുക്കേണ്ടത്, അതാണ് ആഗ്രഹിക്കേണ്ടത്, അതാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് നാവിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിൻ്റെ ഭീതിജനകമായ അവസ്ഥയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹിറു ദവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.